നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സൺഡേ ലൈവ് മീറ്റിങ്ങിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഡ്രോയിങ് ലെസണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. മെയിനായിട്ടും പോർട്രേറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഭൂരിഭാഗം പേർക്കും ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ വരയ്ക്കുന്ന പോലെയോ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന പോലെയോ ഒന്നുമല്ല പോർട്രേറ്റ്. കാരണം പോർട്രേറ്റിലൊരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മിസ്റ്റേക്ക് എന്ന്. അതിൻ്റെ മെയിൻ റീസൺ പോർട്രേറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നോൺ ഫോർഗീവബിൾ സബ്ജക്റ്റ് ആണ്. ഫോർഗീവ് ചെയ്യാത്ത സബ്ജക്റ്റാണ്. കാരണം ഒരാളുടെ ഫേസ് നമുക്ക് കണ്ട് ഒരുപാട് പരിചയമുണ്ട്. നമ്മുടെ ബ്രെയിൻ ആൾക്കാരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോൾ കണ്ണോ പുരുകോ മൂക്കോ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പോലും അതിൽ മിസ്റ്റേക്ക് വേറൊരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ പലർക്കും ചലഞ്ചസ് വരുന്നത്. പക്ഷേ ആർട്ടിൽ ഡ്രോയിങ്ങിൽ ഇത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. ലൂമിസ് മെത്തേഡ് ഉണ്ട്, സിലോട്ട് മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെല്ലാം ഇൻഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ ലോജിക്കലായിട്ട് ഒരു പോർട്രേറ്റ് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് ഇൻഡെപ്തിലുള്ള ഒരുപാട് മെത്തേഡ്സ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ചിത്രം എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിങ്ങനെ നീറ്റായിട്ട് പേപ്പറിലേക്ക് പകർത്താമെന്നിങ്ങനെ പഠിക്കണം. അപ്പോൾ അത് ഞാൻ ആ പോർട്രേറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പിക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെഫറൻസ് ഇമേജ് ആണ്. ഇത് വരയ്ക്കുന്ന സമയത്ത് പ്രപ്പോർഷൻ മാറാതെ, മൂക്കിൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ, അതിൻ്റെ പൊസിഷൻ മാറാതെ എങ്ങനെ പേപ്പറിലേക്ക് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ ഭൂരിഭാഗം പേരുണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് കറക്റ്റ് മെത്തേഡ് ഞാൻ പറയാം. എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ ആദ്യം ചെയ്തിരുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഒരാളുടെ ഫേസാണ് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ കണ്ണിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്നായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ ചിലർ കണ്ണിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡയറക്റ്റ്ലി കണ്ണിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കണ്ണ്, മൂക്ക് വരയ്ക്കുന്നു, കണ്ണിൻ്റെ ഈ ഒരു ഭാഗം വരയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കറക്റ്റാണെന്ന് വിചാരിച്ചിട്ട് ഡാർക്കായിട്ട് ഇതെല്ലാം കൺഫേം ആക്കി വരയ്ക്കും. ഞാനിവിടെ മീശ വരച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് വരച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഇതിലെനിക്ക് ഒന്നാമത്തെ കാര്യം, ഇതിൽ ഞാൻ ഓരോ ചെറിയ പോർഷൻ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം എൻ്റെ വിചാരം, കണ്ണ് വരയ്ക്കുമ്പോൾ എൻ്റെ വിചാരം കണ്ണ് കറക്റ്റ് ആണല്ലോ, ഷേപ്പ് കറക്റ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ടോട്ടൽ ഫേസിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി, ടോട്ടൽ സ്ട്രക്ചർ മാറിപ്പോയി, കണ്ണിൻ്റെ മൂക്കിൻ്റെ ഒക്കെ പൊസിഷൻ മാറിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ബിഗിനേഴ്സ് വരുത്തുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനും എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, അത് കൺഫേം ആയിട്ട് വരച്ചു പോകും. സോ ഇത് എങ്ങനെ ഒഴിവാക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാനിത് വരയ്ക്കാനുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഞാനൊരു പുതിയ പേജ് എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു ചിത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നേരെ പോയി വരയ്ക്കാതെ നല്ലോണം അത് നോക്കുക, നല്ലോണം സമയം എടുത്തത് നോക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഫേസിൻ്റെ ചെരിഞ്ഞിട്ടൊരു ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ ഒരു ഏകദേശം കുറേ അധികം ഭാഗം ഈ ഒരു സൈഡാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. കണ്ണിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ ടോട്ടൽ ഫേസ് ഈ ഒരു ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഈ ഒരു ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ട് വരച്ച ചിത്രമൊന്നുമല്ല. ഔട്ട്ലൈൻ അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡ്രോയിങ് ശൈലിയിൽ തന്നെ വരച്ചൊരു ചിത്രം. ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ള ചോദ്യം, ഇത് എങ്ങനെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പേപ്പറിലോട്ട് മാർക്ക് ചെയ്യാം. ഇത് എങ്ങനെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പേപ്പറിലോട്ട് മാർക്ക് ചെയ്യാം. ഫുള്ളായിട്ട് എങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളതല്ല, എങ്ങനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാനായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർട്രേറ്റ് വരയ്ക്കുമ്പോഴാണെങ്കിലും എന്ത് ചിത്രം വരയ്ക്കുമ്പോൾ ആണെങ്കിൽ പോലും ബേസിക് ഷേപ്സ് നമ്മൾ ആദ്യം വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ബേസിക് ഷേപ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും? അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ബേസിക് ഷേപ്പ് ഈ ചിത്രത്തിൻ്റെ അകത്ത് കണ്ടെത്താൻ പറ്റും. ഞാൻ പെട്ടെന്ന് നോക്കുന്ന സമയത്ത്, ഇത് ഓരോ ആർട്ടിസ്റ്റ് നോക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത്രയും ഭാഗം ഒരു സർക്കിൾ പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഹെഡിൻ്റെ ഈ നെറ്റിയുടെ ഭാഗം മുതൽ ഹെഡിൻ്റെ ബാക്ക് മുതൽ ഇങ്ങനെ ഒരു സർക്കിൾ പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബാക്കി ഭാഗം ഇങ്ങനൊരു ചെരിഞ്ഞിട്ടൊരു ലൈൻ എനിക്ക് കിട്ടുന്നുണ്ട്, ഇങ്ങനൊരു ഷേപ്പ്. ഈ ഷേപ്പ് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ബേസിക് ഷേപ്പും എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കണ്ടോ? അപ്പം അത്തരത്തിൽ നമ്മുടെ പോർട്രേറ്റിൻ്റെ അകത്തുനിന്ന്
ഇങ്ങനൊരു ബേസിക് ആയിട്ടുള്ള ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിലേക്ക് അത് ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഓരോ ആർട്ടിസ്റ്റ് നോക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കും തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ചിലർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല. ചിലർ നോക്കുമ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ എന്താ, ഇതിപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലോട്ട് കൊണ്ടുവരാമല്ലോ, അത് കറക്റ്റാണോ? അത് കറക്റ്റാണ്. നിങ്ങളെന്താണോ തോന്നുന്നത് അത് കറക്റ്റാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ടോട്ടൽ സ്ക്വയർ ഷേപ്പായിരിക്കും. ചിലർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ ആ തോന്നുന്ന ഷേപ്പ് എന്താണോ അത് ആദ്യം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആ ഷേപ്പ് പേപ്പറിലേക്ക് വരയ്ക്കുക. അത് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സോ എനിക്കിപ്പോൾ നേരത്തെ തോന്നിയ കാര്യം എന്താ, ഇങ്ങനൊരു സർക്കിൾ വന്നിട്ടുണ്ട് ടോട്ടലി. ഇങ്ങനൊരു ചെരിഞ്ഞ ലൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ലൈൻ പോകുന്നു, ഇങ്ങനൊരു ലൈൻ പോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. നിങ്ങൾ ഇനി മുതൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇതേപോലെ ബേസിക് ഷേപ്പാക്കി ഡിവൈഡ് ചെയ്ത് വരയ്ക്കുന്നൊരു ശീലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ അകത്തും അത് പഠിപ്പിക്കുന്നുണ്ട്. A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മെത്തേഡൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ പുതിയ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞൊരു സർക്കിൾ പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. ഞാൻ ആ സർക്കിൾ വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം ലൈറ്റായിട്ട് റഫായിട്ട് വരയ്ക്കുക. നിങ്ങളത് കൺഫേം ആയിട്ട് വരയ്ക്കേണ്ട, ഡാർക്കായിട്ട് വരയ്ക്കേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ലൈറ്റായിട്ടും റഫായിട്ടും വരയ്ക്കുക. കണ്ടോ? അപ്പോൾ ഈ ഒരു വരയിലൊക്കെ മൾട്ടിപ്പിൾ ലൈൻസൊക്കെ വരും. കാരണം ഇത് കൺഫേം അല്ല. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ ഈ സർക്കിളിന് എത്രത്തോളം സൈസ് വരുന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ഫസ്റ്റ് ഒരു ബേസിക് ഷേപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ബേസിക് ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഈ ഏകദേശം ഈ ഒരു ആംഗിൾ എനിക്ക് കിട്ടണം. ഈ ഒരു ആംഗിൾ എങ്ങനെ മനസ്സിലാക്കാം? ഇത് നേരെ താഴത്തോട്ടല്ല, നേരെ താഴത്ത് ഇങ്ങനെ ഇരുന്നേനെ. അതിന് പകരം ഇങ്ങനൊരു ചെരിവ, കണ്ടോ? ഈ ഒരു ചെരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് നേരെ താഴത്തോട്ട് ഈ ഒരു ലൈൻ വേണമെങ്കിൽ വരയ്ക്കാം. നേരെ താഴത്തോട്ട് വരച്ചാൽ ഇങ്ങനെ പോകും. അപ്പോൾ ആ ചെരിവല്ല എനിക്ക് വേണ്ടത്, കുറച്ചിനേക്കാളും കുറച്ചും കൂടി സ്ലൈറ്റ്ലി ഇങ്ങോട്ടൊരു ചെരിവ് എനിക്ക് വേണ്ടേ. ഞാൻ നീട്ടിങ് വരച്ചിട്ടു. ഓൾമോസ്റ്റ് ഈ ഒരു ആംഗിൾ. ഇത് നമ്മൾ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മെഷർമെൻറ്റ് ടൂളൊന്നും ഉപയോഗിച്ച് മെഷർ ചെയ്യില്ല. നമ്മുടെ ഒരു ഇൻഡ്യൂഷനിൽ നമ്മളങ്ങ് വരയ്ക്കും. എത്രത്തോളം ചെരിവുണ്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ ഒരു ഇൻഡ്യൂഷനിൽ നമുക്കതങ്ങ് വരയ്ക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഡിഫറൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറേസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇത്രയും വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ഇങ്ങനെ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ചുണ്ട് കണക്റ്റ് ആവുന്നുണ്ട്. കണ്ടോ? ചുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതിന് ശേഷം നോക്കിയേ, ഓൾമോസ്റ്റ് ഈ ഒരു ലെങ്ത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ചുണ്ട് കഴിഞ്ഞ് ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്ത് ചുണ്ടാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെങ്ത്ത് താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇൻഡ്യൂഷനാണ്. ഇതൊന്നും ഇപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന അളവെടുക്കുന്നതിൽ പോലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിൽ കറക്റ്റ് ചെയ്യും. എനിക്ക് ജസ്റ്റ് വേണ്ടത് അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോം, ഒരു ഷേപ്പ് എനിക്ക് വേണ്ടേ. ഇപ്പോൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ഈ ഒരു പോയിൻ്റ് എനിക്ക് കിട്ടി. ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു ലൈൻ അവിടെ വരുന്നുണ്ട്. ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു ലൈൻ മുകളിലോട്ട് പോയി. പിന്നെ അത് കുറച്ചെത്തുന്ന സമയത്ത് ഇങ്ങനെ കർവ് ചെയ്താൽ പോകുന്നത്. ഇപ്പോൾ ലൈൻ വരെ എനിക്ക് വേണമെങ്കിൽ കർവ് ചെയ്ത് തന്നെ വരയ്ക്കാം. അങ്ങോട്ട് കർവ് ചെയ്ത് പോകുന്നു. കണ്ടോ? ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. സ്റ്റിൽ ഇത് ഞാൻ പറയുന്നു, ഓരോ ആർട്ടിസ്റ്റ് വരയ്ക്കുമ്പോൾ ഓരോ രീതിയിലായിരിക്കും വരയ്ക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ കൺഫേം ചെയ്യുക ആ ലൈനിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് ഈക്വൽ ആണോ, ആംഗിൾ ഈക്വൽ ആണോ. എങ്ങനെ കൺഫേം ചെയ്യും? വിത്ത് ഒബ്സർവേഷൻ കൺഫേം ചെയ്യാം. ഞാനിപ്പോൾ ഐപാഡിലാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ വരയ്ക്കുന്ന പോലെ ഇതുപോലെ മാറിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് എളുപ്പവഴിയുണ്ട്. റെഫറൻസ് ഇമേജ് ഒന്ന് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ പേപ്പറിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പെൻസിലോ എല്ലാം ഉപയോഗിച്ചിട്ട്. സോ നിങ്ങൾക്ക് ആംഗിൾസൊക്കെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നീട് പ്രാക്ടീസിലൂടെ പതിയെ അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്കള്ള് പോലെ ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഇങ്ങനൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ചെവിയുടെ ഒരു ഭാഗം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഈ ഒരു ഭാഗം ഉണ്ടോ? ഓൾമോസ്റ്റ് ഒരു സി ഷേപ്പ് പോലെ ഒരു ഷേപ്പ് ഇവിടെയുണ്ട്, ചെവിയുടെ ഭാഗം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾ ഇങ്ങനെ വരച്ച സമയത്ത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ ഞാൻ വരച്ചല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചെവി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ റഫായിട്ട്, ഇവിടെ തന്നെ ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുക, വളരെ റഫായിട്ട് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു മാർക്കിങ്. ഇതിനെ നമ്മൾ ഫൈനൽ ഡ്രോയിങ് എന്ന് വിളിക്കില്ല, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാമെന്ന് പറയുള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? നമുക്ക് മനസ്സിലാവുന്ന പോലെ ബേസിക് ലൈൻസും ഷേപ്പും വരച്ചത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ചിരിക്കുന്നത്. മേ ബി അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടാവാം, കാരണം നമുക്കറിയില്ല ഏത് ലൈനാണ് കൺഫേം ആണെന്നുള്ളത്. എന്നിട്ട് ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയാം. സോ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ എലമെൻറ്റ്സ് വരച്ച് നമ്മൾ അത് ബിൽഡ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ ഇതൊരു സ്റ്റെപ്പാട്ടോ. ഈ സ്റ്റെപ്പിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഇത് രണ്ടും നോക്കിയിട്ട് നോക്കുക. അതിൻ്റെ ടോട്ടൽ സൈസും പ്രപ്പോർഷൻ ഓൾമോസ്റ്റ് കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ടത് കൺഫേം ആക്കുക. എന്നിട്ടൊന്ന് മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഗൈഡ് ലൈൻസ്. GUIDELINES ഗൈഡ് ലൈൻസ്. എന്താണ് ഗൈഡ് ലൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് വർക്കിൽ ഫൈനൽ ഡ്രോയിങ്ങിൻ്റെ ഭാഗമല്ലാതെ വരുന്ന ലൈൻസിനെയാണ് ഗൈഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ ഞാനൊരു കാര്യം കാണിച്ചല്ലോ, കണ്ണ് വരയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ടിട്ട് കണ്ണ് മാർക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈനെയാണ് ഗൈഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇത് ഫൈനൽ ഡ്രോയിങ്ങിൻ്റെ പാർട്ടേ അല്ല, നമ്മൾ ഇറേസ് ചെയ്ത് കളയും. പക്ഷേ ഫൈനൽ ഡ്രോയിങ് കറക്റ്റ് ആവാനായിട്ട് ഈ ലൈൻ നമ്മളെ ഗൈഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഗൈഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഷേപ്പ് കിട്ടിയ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് ഗൈഡ് ലൈൻസ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതും ഒരുപാട് പേര് മിസ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. ഞാനും ചെറുപ്പത്തിൽ ഈ സ്റ്റെപ്പ് മിസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഷേപ്പ് കിട്ടി നമുക്ക് നമ്മുടെ വിചാരം എന്താ, ഇനി കണ്ണും മൂക്കൊന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അപ്പോഴും നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചിലപ്പോൾ മാറിപ്പോവും, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ അവിടെ ഗൈഡ് ലൈൻ നമ്മൾ ചെയ്യണം. ഗൈഡ് ലൈൻ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, ജസ്റ്റ് നോക്കുക. പോർട്രേറ്റ് ആവുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കണ്ണ് മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് കണ്ണിൻ്റെയും കോർണറിൽ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈനോ കർവോ മറ്റോ വരച്ചിട്ട് ഗൈഡ് ലൈൻ മാർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ലൈൻ വരച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഒരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് കിട്ടിയില്ലേ. അതൊരു ചെരിവുള്ളൊരു ലൈനാണ്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനല്ല. കൂടാതെ ഈ പോയിന്റിൽ നിന്ന് കണ്ണിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്ന് ഈ ഒരു എഡ്ജിലോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ചെവിയുടെ ഇവിടെ കൂടി മുട്ടുന്നുണ്ട്. നമുക്ക് ചെവിയുടെ ഒരു അറ്റം കൂടി കിട്ടും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചെവിയുടെ ഒരു അറ്റം കൂടി കിട്ടും. അപ്പോൾ ചോദ്യം ഇത് ഏത് ആംഗിളിൽ വരയ്ക്കണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുക. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. പേപ്പറിൻ്റെ ഈ ലൈൻ കണ്ടോ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ആ ലൈനും ഈ ലൈനും തമ്മിൽ ചെറിയൊരു ആംഗിൾ വ്യത്യാസമുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന ലൈന് ചെറിയൊരു ചെരിവുണ്ട് കണ്ടോ, ഈ ഒരു ആംഗിൾ വ്യത്യാസമുണ്ട്. സോ നിങ്ങൾ കണ്ണിൻ്റെ കയ്യിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു ചെരിവ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഞാനിവിടെ നിന്ന് ഇതെല്ലാം ഇത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം അസംഷനാണ്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിലായിരിക്കാം, താഴെ ആയിരിക്കാം, എനിക്കതും പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ആ ചെരിവ് ഏകദേശം നോക്കിയിട്ട് ചെരിഞ്ഞിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. എൻ്റെ ചെവിയുടെ അവിടെ മുട്ടിയിട്ടുമില്ല, എന്നാലും ആ ചെരിവ് ഏകദേശം അങ്ങനെ തന്നെയാണ് നോക്കുക. ഞാൻ വരച്ചപ്പോൾ ചെരിവ് ഇത്തിരി കൂടിപ്പോയ പോലെ ഉണ്ട്. കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഗൈഡ് ലൈൻ, കണ്ണിൻ്റെ അവിടെ നമ്മളൊരു ഗൈഡ് ലൈൻ വരച്ചു. നോർമലി നമ്മൾ പോർട്രേറ്റുകളിൽ കണ്ണിൻ്റെ ഭാഗത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ വരയ്ക്കാറുണ്ട്, മൂക്കിൻ്റെ ഭാഗത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ വരയ്ക്കാറുണ്ട്, ലിപ്പിൻ്റെ ഭാഗത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ വരയ്ക്കാറുണ്ട്. ഒരു 3 ഗൈഡ് ലൈനൊക്കെ നമ്മൾ നോർമലി വരയ്ക്കാറുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് ഗൈഡ് ലൈനാണ്. ഇതിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം വരും ഇറേസ് ചെയ്യാം. കണ്ണിൻ്റെ ഒരു ഗൈഡ് ലൈനാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. നമുക്ക് വേണ്ടത് മൂക്കിൻ്റെ ഗൈഡ് ലൈൻ, ഇനി നമുക്ക് വേണ്ടത് ചുണ്ടിൻ്റെ ഗൈഡ് ലൈൻ. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ചെരിവിനോട് പാരലായിരിക്കണം. മൂക്കിൻ്റെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ ചെരിവിനോട് പാരലായിരിക്കണം. ചുണ്ടിൻ്റെ ലൈനും പാരലായിരിക്കണം. അപ്പോൾ മൂക്കിൻ്റെ ഏകദേശം ലെങ്ത്ത് നോക്കുക, ആ ലൈനൊന്ന് വരച്ചു കൊടുക്കുക. ചുണ്ടിന് നോക്കുക, ആ ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പും കൂടി ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്, ഇവിടെ ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതിനേക്കാളും ഇത്രയും കൂടി കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കൂടുതലായിരിക്കും, ഇവിടെ ഗ്യാപ്പ് കുറവായിരിക്കും. ഇത്ര ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ ചോദിക്കേ, നമ്മളൊരു ബ്ലാങ്ക് പേപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത്രയും കിട്ടി. നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ചുമ്മാ ഒരു സൈഡിൽ നിന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ജനറലായിട്ടൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തന്നതാണ്. പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ലൂമിസ് മെത്തേഡ് പോലുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ മൂക്ക് വരയ്ക്കാനും ചുണ്ട് വരയ്ക്കാനും ഒക്കെ മെത്തേഡ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ കോഴ്സിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതെങ്ങനെ വരച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞുതരാം. അത് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്, എന്ത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരയ്ക്കാനുണ്ട്. ഇനി വരയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആവശ്യമില്ലാത്ത ലൈൻസ് ഒന്നും മാറ്റട്ടെ. ഓക്കെ, ഗൈഡ് ലൈൻ അവിടെ വെച്ചിട്ട് ബാക്കി ലൈൻസ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു ഭാഗമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പോവാം. ഇങ്ങനെ ഇപ്പോൾ ഇത്ര നേരം ഞാൻ ടോട്ടൽ ചെയ്യാൻ നോക്കിയേ. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ഓരോ ഭാഗമായിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. പിന്നെ നെറ്റിയുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നെറ്റിയുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വരയ്ക്കുന്ന ആളുടെ ഇഷ്ടമാണ്. നെറ്റിയുടെ ഭാഗം നോക്കിയേ, ഇവിടെ ഒരു പരിപാടി ഉണ്ട്. നെറ്റിയുടെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ചെരിവ് വന്നിട്ട് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ, മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ. അപ്പം അങ്ങനെ ഷേപ്പ് അവിടെയുണ്ട്. നമുക്കവിടെ നമ്മുടെ പിക്ചറിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് ഈ ഒരു പോയിൻറ്റിൻ്റെ അവിടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ലൈൻ കണ്ടോ, ഇങ്ങനെ. എന്നിട്ടത് ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഈ ലൈൻ വരയ്ക്കുമ്പോഴും ഇതും ഫൈനൽ ലൈൻസ് അല്ല കേട്ടോ. ഈ ലൈൻ വരയ്ക്കുമ്പോഴും ചെറിയ കർവൊക്കെ ഞാൻ അപ്പോഴും ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. കാരണം
എനിക്ക് ആ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കണം എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ആ ലൈനിൻ്റെ ലെങ്ത്തും ആ ലൈനിൻ്റെ പൊസിഷനും കിട്ടുക എന്നുള്ളതാണ്. ഈ ചെറിയ ഇങ്ങനെ ഉയർച്ച താഴ്ചയൊക്കെ പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോവാണേ. ഇങ്ങനെ പോയി പിന്നെ മൂക്കിൻ്റെ പോയിൻ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൂക്കിൻ്റെ ഭാഗം കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ വരും. പുറത്തോട്ട് വന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് പോവും. കണ്ടോ? ഉള്ളിലോട്ട് പോവും. പിന്നെ ഇവിടെ മൂക്കിൻ്റെ ഹോളും പരിപാടിയൊക്കെ നമുക്ക് ഡീറ്റെയിലിങ്ങിൽ ചെയ്യാം. ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ താഴെ ചുണ്ടിൻ്റെ അവിടെ തൊട്ട് വരുന്ന സമയത്ത് ചുണ്ട് ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത് ആ മീശയുടെ ലൈൻ ഓൾമോസ്റ്റ് ഇവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബൾജിങ് പുറത്തേക്കുണ്ട്. അപ്പോൾ ഇതും ജസ്റ്റ് മാർക്കിംഗ് ആണ്. ഇതും വരയ്ക്കലല്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. ചുണ്ടെല്ലാം അങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കുന്നില്ല. കാരണം ഇപ്പോഴും ഞാൻ കൺഫേം ആക്കിയിട്ടില്ല ഇത് കറക്റ്റാണെന്നുള്ളത്. താടി വരച്ചെത്തിയപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു താടി ഇത്തിരി ഷോർട്ടായി പോയി എന്നുള്ളത്. നോക്കാം, ഞാൻ ജസ്റ്റ് താഴത്തോട്ടൊന്ന് വലിച്ചിടുന്നുണ്ട്. മീശയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ? ഇനിയും ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന്. ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വരച്ച ലൈൻസ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഇനി അത് കറക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ അത് ബെറ്ററായിട്ട് കിട്ടും. ഓൾമോസ്റ്റ് അതിൻ്റെ പ്രപ്പോർഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിൻ്റെ കോൺസെപ്റ്റും മൈൻഡ് സെറ്റും ഞാൻ പറഞ്ഞുതരാം. ഒരു ശില്പി എങ്ങനെയാണ് ഒരു ശില്പം കൊത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാറയിൽ ആദ്യം എങ്ങനെയാണ് ഒരു വലിയൊരു പാറയായിരിക്കും അല്ലേ? ആ പാറയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ആ ശില്പി ആ ശില്പത്തിനെ ആക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പും നമ്മൾ കവർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് ഫൈനൽ ഡ്രോയിങ്ങിലോട്ട് എത്തും. ഇതാണ് ഈ മെത്തേഡ്. ഇപ്പോഴും ഇത് 100% ആയിട്ടില്ല. ഇപ്പോഴും ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ബെനിഫിറ്റും കൂടി എന്താണെന്നറിയാമോ? ഇവിടെ ഓരോ സ്റ്റെപ്പിലും വരയ്ക്കുന്ന ആൾ കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ടാണോ പോകുന്നത്, അതോ റോങ് വേ ആണോ. അതായത് വരയ്ക്കുന്ന ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. മറ്റേത് നമ്മൾ ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് കഴിയുമ്പോൾ മൊത്തത്തിൽ കോൺഫിഡൻസ് ഒക്കെ പോകും, തെറ്റിയെന്ന് മനസ്സിലാവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ സ്റ്റെപ്പിലും വ്യത്യാസം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് അപ്പുറത്തെ കണ്ണും പരിപാടിയൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വരയ്ക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പുറത്തെ കണ്ണിൻ്റെ ഈ ഇവിടെ ഒരു പുരികം വരും. അപ്പോൾ ഇവിടെ ഒരു ചുളിവുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം, കാരണം കണ്ണിൻ്റെ ലൈൻ പോകുന്നുണ്ടോ, ഇവിടെയാണ് കണ്ണ് വരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ അതിലും നെറ്റിയുടെ അവിടെ നിന്ന് കുറച്ചും കൂടി ഉയർന്നിട്ട് പുരികം വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. കണ്ണിൻ്റെ ടിയർ ഡക്റ്റ് എന്ന് പറയുന്ന പോർഷൻ താഴെയായിട്ട് വരും. കൃഷ്ണമണി നമുക്ക് ഇവിടെ നിന്ന് വരച്ച് വയ്ക്കാം. ഈ ഓവൽ ഷേപ്പിലെ കൃഷ്ണമണി പോകുന്നത് കണ്ടോ? ഒരു ഓവൽ ഷേപ്പ് വരച്ചു. ഇതിങ്ങനെ നേരെ മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ. ഇപ്പോഴും ഞാൻ ആ പിക്ചർ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുന്നില്ല. അതിലെന്താണോ ബേസിക്കായിട്ട് തോന്നുന്നത് അതങ്ങ് വരച്ചു വിടുക. നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോകുമ്പോഴായിരിക്കും പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാവുക. കൂടുതൽ അങ്ങനെ ചിന്തിക്കാൻ പോണ്ട. ഇനിയിപ്പോൾ കണ്ണിൻ്റെ സൈസ് കൂടിയാൽ എന്താ, അടുത്ത സ്റ്റെപ്പിൽ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്തിടുക നമ്മൾ ചെയ്യുന്നത്. യെസ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ഏകദേശം ആ പുരികത്തിൻ്റെ പൊസിഷനും ഓൾമോസ്റ്റ് ആ കണ്ണിൻ്റെ പൊസിഷനും ഈ ഗ്യാപ്പൊക്കെ ഞാൻ നോക്കി. ഈ ഗ്യാപ്പ് എങ്ങനെ മനസ്സിലായി? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഏകദേശം ഒരു ഡിസ്റ്റൻസ് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ലൈൻ കണ്ടോ, അത് ഏകദേശം ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഗൈഡ് ലൈൻസ് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻ വരച്ചേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ പൊസിഷൻ ശരിയാണോ, മൂക്കിൻ്റെ പൊസിഷൻ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിലേറ്റബിൾ ആയിട്ട് ഗൈഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. കണ്ണിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ചുമ്മാ വരയ്ക്കുകയാണേ. റോളൊന്നും നിങ്ങൾ അങ്ങനെ മനപ്പാടാക്കണം എന്നില്ല. ഞാൻ കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നേരെ താഴത്തോട്ടൊരു ലൈൻ വരയ്ക്കുന്നത് വിചാരിച്ചു. കണ്ണിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്ന് നേരെ താഴത്തോട്ട് സ്ട്രെയിറ്റ് ലൈൻ, നേരെ താഴത്തോട്ടൊരു ലൈൻ, നേരെ താഴത്തോട്ടൊരു ലൈൻ വരച്ചു. ചുമ്മാ ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ താഴത്തോട്ട് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ചുമ്മാ വരച്ചപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടിയത്, ഇവിടെ നിന്ന് താഴത്തോട്ട് ലൈൻ വരയ്ക്കുമ്പോൾ മൂക്കിൻ്റെ ഇവിടെയായിട്ട് മുട്ടുന്നുണ്ട്. സോ എനിക്ക് മൂക്കിൻ്റെ എഡ്ജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കണ്ണിൻ്റെ ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. കൂടാതെ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുമ്പോൾ ചുണ്ടിൻ്റെ ഭാഗം ഇവിടെയാണ്, ഇത്തിരി ചെറിയൊരു ഗ്യാപ്പിൽ ചുണ്ടിൻ്റെ ഭാഗം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്കത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും.
ഇതിന് റിലേറ്റബിൾ ആയിട്ട് ഗൈഡ് ലൈൻ വരച്ച് കണ്ടുപിടിക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ താഴത്തോട്ട് നേരെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നേരെ താഴത്തോട്ട് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയായിട്ട് മൂക്കിൻ്റെ ഒരു ഭാഗം ടച്ച് ചെയ്യും. ഇതിൻ്റെ തൊട്ടുള്ളിലായിട്ട് ചുണ്ടിൻ്റെ ഒരു ഭാഗം ഇവിടെയായിട്ട് ടച്ച് ചെയ്യും. ഇവിടെ അപ്പോൾ മൂക്കിൻ്റെ ഒരു പോയിൻ്റ് കിട്ടി, ചുണ്ടിൻ്റെ ഒരു പോയിൻ്റ് കിട്ടി. ചെവിയുടെ പോയിൻ്റ് നോക്കിയേ, ചെവി ഓൾമോസ്റ്റ് ആ ലൈനിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ടോപ്പിൽ ഇവിടെയായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഞാനത് ടച്ച് ചെയ്യിപ്പിച്ചു. ആ ഷേപ്പ് ഞാൻ മാറ്റി വരച്ചു. താഴെ ഈ ലൈനിൻ്റെ ഇത്രയും ഗ്യാപ്പിലാണ് ടച്ച് ചെയ്യുന്നത്. കണ്ടോ ഗ്യാപ്പ് കണ്ടോ? അപ്പോൾ ഞാനത് ഇറേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരച്ചു. ഈ സ്റ്റെപ്പിൽ എനിക്ക് എക്സ്ട്രാ ഗൈഡ് ലൈൻസ് വരയ്ക്കാം. മാറിപ്പോയതൊക്കെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈൻസ് കിട്ടി. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്ത് എക്സ്ട്രാ ഗൈഡ് ലൈൻസ് വരച്ചു, എക്സ്ട്രാ ഒബ്സർവ് ചെയ്തു, എക്സ്ട്രാ കറക്ഷൻ കൊടുത്തു. നമുക്ക് വേണ്ട എലമെൻറ്റ്സ് എല്ലാം ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടു. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി എളുപ്പമാണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ചിത്രം വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. പ്ലസ് ഇനി അങ്ങോട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസസ് വരുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനും പറ്റും. അതാണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കാനും പറ്റും. പെട്ടെന്ന് ഒരു എലമെൻറ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണത് പിക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമായിട്ട് ഈ പിക്ചർ ഞാൻ പല രീതിയിൽ ഒബ്സർവ് ചെയ്ത് എൻ്റെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട്. സോ എൻ്റെ കണ്ണിന് ഇനി പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആക്കുന്നത് കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ അകത്ത് അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഔട്ട്ലൈനൊക്കെ വരച്ചിരിക്കുന്നുണ്ടോ? അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഔട്ട്ലൈൻ വരച്ചിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ശൈലിയിൽ തന്നെയായിരിക്കും ഞാൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരിക്കുക. ഇത് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കണം, ഷെയ്ഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റായിട്ട് കൂടുതൽ ഷെയ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടോട്ടലി ഒന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നെറ്റിയുടെ ഭാഗം ഞാൻ നേരത്തെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ച്. ഇത് വേണമെങ്കിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇറേസ് ചെയ്യാം. ഈ ഇറേസറിൻ്റെ എഡ്ജ് വെച്ചിട്ട് നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന പോലെ ഗൈഡ് ലൈനൊക്കെ വേണമെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ. സ്റ്റിൽ ഇത് നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ കീപ്പ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഗൈഡ് ലൈൻ ഇറേസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അതിന് മുമ്പ് ഇറേസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്. ഞാനൊക്കെ ഈ സ്റ്റെപ്പിലൊക്കെ ഓൾമോസ്റ്റ് ഇറേസ് ചെയ്യും. ഇനി നോക്കാം. ഇനി നമുക്ക് നെറ്റിയുടെ ഓരോ ഭാഗം വെച്ചിട്ട് താഴ്ത്തോട്ട് ഇറങ്ങാം. നെറ്റിയുടെ ഭാഗം നോക്കി ഇവിടെ ഒരു ബൾജിങ്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ചിട്ട് വരയ്ക്കേണ്ടി വരും. നമുക്ക് നെറ്റിയുടെ ഓരോ ഭാഗം തൊട്ടങ്ങ് കറക്റ്റ് കത്തി പോകും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ഗൈഡ് ലൈൻ മെത്തേഡല്ല, ലൈൻ വെയ്റ്റ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഓൾറെഡി അത് മാർക്കഡ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈസിയാണ് പരിപാടി. കൂടാതെ ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴും റെഫറൻസ് ഇമേജ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് അസ്യൂം ചെയ്യാൻ പോരുത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ, കാരണം സ്വന്തമായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ തെറ്റിപ്പോവും. അവിടെ എന്താണുള്ളത് അത് ഇങ്ങോട്ട് പകർത്തി വരച്ചാൽ മതി. ആ സ്കില്ലാണല്ലോ ആദ്യം നമുക്ക് നേടണ്ടേ. പിന്നെ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും ഫ്യൂച്ചറിൽ. ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. ഈ ലൈൻസ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ട് വരയ്ക്കാം. ഞാനത് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. കോഴ്സിൻ്റെ അകത്താണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ക്യാമറയിൽ കാണാൻ വേണ്ടി ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കുന്നേക്കാളും മാക്സിമം ലൈറ്റ് ആക്കുക. കണ്ടോ? അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മറ്റേതാണെങ്കിൽ കണ്ണും മൂക്കും വരയ്ക്കുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ? ശരിയാണോ തെറ്റിപ്പോയോ, ഷേപ്പ് കറക്റ്റ് ആണോ? ഇവിടെ എനിക്കൊരു ടെൻഷനും ഇല്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. എനിക്ക് വരയ്ക്കുന്ന ഓരോ ലൈൻസും ഞാൻ കോൺഫിഡൻ്റ് ആയ കാരണം ആ ലൈനിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മൂക്കിൻ്റെ ഷേപ്പൊക്കെ നോക്കിയേ, എനിക്കതിൽ കോൺഫിഡൻസ് ഉള്ള കാരണം ആ ഡ്രോയിങ്ങിൽ അതിൻ്റെ ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ട് വർക്കിൽ. നിങ്ങൾ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിലും ഫൈനൽ അത് ഫിനിഷ് ചെയ്യുമ്പോൾ എത്രത്തോളം കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ മെഷർമെൻ്റ് ഒന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ മീശയുടെ ഏകദേശം ആ സൈസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഇത്തിരി ടൈം എടുത്താലും
ഫിനിഷിങ് സ്റ്റേജിൽ നമുക്ക് സമാധാനത്തോടു കൂടി ടെൻഷൻ ഇല്ലാതെ ഫിനിഷ് ചെയ്യാം. പിന്നെ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ താടിയൊക്കെ വരയ്ക്കുമ്പോൾ സ്റ്റിൽ ദിസ് സ്റ്റേജ് ഐ ക്യാൻ റീചെക്ക്. താടി കറക്റ്റാണോ, റൗണ്ടായിട്ടാണോ പോകുന്നത്, സ്ക്വയർ ആയിട്ടാണോ, അല്ലെങ്കിൽ കൂർത്താണോ പോകുന്നത്, അവിടെ എനിക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഷേപ്പിൽ. എനിക്ക് പെട്ടെന്നത് മനസ്സിലായി. കാരണം അവിടെ ഗൈഡ് ലൈൻസും പരിപാടിയൊക്കെ നേരത്തെ ഉള്ള കാരണം പെട്ടെന്നത് പിക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ എത്തി. ഇനിയൊരു കാര്യം കൂടിയുണ്ട്, ഒരു ടിപ്പും കൂടി എക്സ്ട്രാ ഞാൻ തരാം. ഞാൻ വരച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ്, അവിടെ നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻ അവിടെ വെച്ചേക്കുക, അറിയുന്ന പോർഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എത്തി. എനിക്ക് ഇവിടെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ നോക്കി വ്യത്യാസം കണ്ടോ? ഇവിടെ ഇത്തിരി ഭയങ്കര മെലിഞ്ഞ പോലെയും ഇവിടെ ഇത്തിരി ഈ നമ്മുടെ റെഫറൻസ് ഇമേജിൽ കുറച്ചുകൂടി റൗണ്ട് ആയിട്ടുള്ള പോലെയാണ് വരുന്നത്. പക്ഷെ എനിക്കിത് ഇപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കും. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വരിക്കും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഷേപ്പ് ഞാനവിടെ ആ ഭാഗത്ത് അവിടെ ഞാൻ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം ഞാൻ കണ്ടിന്യൂ ചെയ്യും. ബാക്കി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, കണ്ണൊക്കെ ചെയ്യാനുണ്ട് അല്ലേ? കണ്ണൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. കണ്ണ് ചെയ്യുമ്പോഴും പുരികത്തിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഗൈഡ് ലൈൻ വരയ്ക്കായിരുന്നു, ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. പുരിക കണ്ടോ, അവരിങ്ങനെ 2-3 ലൈൻസൊക്കെ ഇങ്ങനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ടൊന്നും വരച്ചിട്ടില്ല. യെസ്, അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ പിക്ചേഴ്സ് ട്രൈ ചെയ്യാത്തവർ ഇന്ന് പോയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. എനിക്ക് പിക്ചർ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ വരയ്ക്കുന്നത് കണ്ട് എനിക്ക് തന്നെ ഇഷ്ടമായി. കണ്ടോ, ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. നോക്കി ഈ ഗ്യാപ്പൊക്കെ നോക്കിയേ, ഗ്യാപ്പൊക്കെ ഉണ്ടോ? ഈ ഗ്യാപ്പൊക്കെ ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഇല്ലാതെ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നോർമലി ഈ മെത്തേഡ് ഇല്ലാതെ വരച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നോർമലി മിസ്റ്റേക്ക് വരുന്ന ഏരിയാസാണ്, ഇങ്ങനെ കവിളിൻ്റെ അവിടെയുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചുളിവ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്, ഇത് ഇത്രയും കൂടി റൗണ്ടാണ്. പിന്നെ താടിയുടെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ചെവിയുടെ പോർഷൻ ഓൾമോസ്റ്റ് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെവി നോക്കാം നമുക്ക്. ചെവി വരയ്ക്കുമ്പോഴും ആ ചെവിയുടെ ആംഗിൾ ഏതാണെന്ന് നോക്കുക, ആ ലൈനിൻ്റെ ആംഗിൾ നോക്കണ്ടോ? ഇങ്ങനത്തെ ലൈൻസൊക്കെ ഒബ്സർവ് ചെയ്യുക. ആംഗിൾ പിടിക്കാൻ പറ്റുന്ന സ്ട്രൈറ്റ് ലൈൻസ്, കർവൊക്കെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് അത് വരച്ചെടുക്കുക. പോർട്രേറ്റ് ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ ഒരു സജഷൻ, നിങ്ങളെപ്പോഴും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഫോട്ടോ നോക്കിയിട്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്യരുത്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് പിൻട്രസ്റ്റ് ഇതുപോലത്തെ ഡ്രോയിങ് ആയിട്ടുള്ള പോർട്രേറ്റുകളുണ്ട്. പോർട്രേറ്റ് ഡ്രോയിങ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഔട്ട്ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പ്രപ്പോർഷൻസ് കറക്റ്റ് ആക്കാനും ഓരോ കണ്ണ്, മൂക്ക്, ലിപ്പ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് വരയ്ക്കാനുള്ള കോൺഫിഡൻസ് വരും. എന്നിട്ട് പതിയെ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കൂട്ടിയിട്ടുള്ള റെഫറൻസ് ഇമേജ് എടുക്കുക. സോ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി വരച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ ഒരു ഫീൽ ഇല്ല, കുഴപ്പമില്ല. നോക്കാം നമുക്ക്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഒരു ഗ്യാപ്പ് ഇവിടെ നമുക്ക് കിട്ടണം. ഈ ഒരു ഗ്യാപ്പ് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് പോകുന്നുണ്ട്. പിന്നെ ബാക്കിൽ മുടിയൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുവാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഇവിടുത്തെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഒരു ഏരിയ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഈ ഭാഗത്തോട്ട് കടന്നു. കാരണം ഇവിടെ നെറ്റി വരച്ച് വെച്ചാൽ കാരണം എനിക്ക് ഈ ഒരു ഭാഗം കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ കയറി ഈ ഗ്യാപ്പ് നോക്കുക. ഈ ഗ്യാപ്പ് ഞാൻ വരച്ചതിൽ കൂടിപ്പോയിട്ടുണ്ട്. അങ്ങനെയല്ല വന്നിരിക്കുന്നത്, കണ്ടോ? ഈ കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എന്ത് മിസ്റ്റേക്ക് വന്നാലും എൻ്റെ കൺമുമ്പിൽ വിസിബിളാണ്, എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഞാനത് വരച്ച് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എനിക്കറിയാം അതിട്ട് പോയി കറക്റ്റ് ചെയ്യാം. യെസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ആംഗിളിൽ എനിക്കത് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ല, എന്നോടില്ല. ഇവിടെ വരയ്ക്കുക. ബാക്കോട്ട് മുടി ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്, അത് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അറിയുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കി. പുരികത്തിൻ്റെ ഒരു ഭാഗം ഇത്രയും പൊന്തിയിട്ടല്ല നിൽക്കുന്നത്. ഇവിടെ നിന്ന് കണ്ണിൻ്റെ ഈ ഒരു ലൈനിനോട്, ഈ ഒരു ലൈൻ കണ്ടോ, ഓൾമോസ്റ്റ് ഇങ്ങനെ പാരലായിട്ട് പോകുന്നത്. യെസ്, ഇനി എനിക്ക് കൺഫ്യൂഷനുള്ള ഏരിയയിലോട്ട് വരാം. ഇത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്
എനിക്ക് കൺഫ്യൂഷനുള്ള ഏരിയ ഒന്ന് ഈ താടിയുടെ പോർഷനാണ്. നോക്കട്ടെ, വെച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ അറിയുന്നതൊക്കെ ഇത്ര ഈ ഒരു സ്റ്റെപ്പിൽ വരച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനുള്ള ഏരിയ. ഇനി പറ, ഈ സ്റ്റെപ്പിൽ നമുക്കിത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ മൂക്ക് വരയ്ക്കാൻ അറിയില്ല, ലിപ്പ് വരയ്ക്കാൻ അറിയില്ല, നെറ്റ് വരയ്ക്കാൻ അറിയില്ല, ഏതെങ്കിലും ഒരു എലമെൻറ്റ് നിങ്ങൾ വരയ്ക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് ബാക്കി വെച്ചിട്ട് ബാക്കി അങ്ങ് വരച്ച് തീർത്താൽ മതി. അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങ് വരച്ച് എത്തിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ലാസ്റ്റ് അറിയാത്ത കാര്യം വരയ്ക്കാം. സോ ഇറ്റ് വിൽ ബി എറർ മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ ഒരു വട്ടം കൂടി എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് കേട്ടോ. ഫൈനലി കഴിഞ്ഞിട്ടില്ല, എനിക്ക് വീണ്ടും ഡബിൾ ചെക്ക് ചെയ്യണം കണ്ണിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണെന്നുള്ളത്. ചെറിയ ഡിഫറൻസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കത് നോക്കാം. ഞാൻ എന്തായാലും താടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ റൗണ്ടായിട്ട് പോകുന്നേ, ഇവിടെ ഇങ്ങനെ ഒരു ഇത്ര വലിയ കട്ടിങ് അല്ല, റൗണ്ടഡ് ആയിട്ട് പോകുന്നത്. ഇവിടെ കഴുത്തിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ കോളർ ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ, ഓൾമോസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു ലൈൻ, ഇവിടെ നിന്ന് കോളറിൻ്റെ ഒരു ലൈൻ, ഇവിടെ നിന്നൊരു ലൈൻ. ഇതൊക്കെ ഇങ്ങനെ വരച്ചിങ്ങനെ ഇട്ട് വെക്കുക. വര പോലെ തന്നെ, ഡ്രോയിങ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത്. യെസ്, ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡും കൂടി ചെയ്യാം. സ്റ്റിൽ കണ്ണ് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, കണ്ണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പിക്ചർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഷെയ്ഡ് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ഷെയ്ഡ് ചെയ്താൽ മതി. ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ആയ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. യെസ്, ഓൾമോസ്റ്റ് അല്ലേ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ട്, കണ്ണാണോ നോസാണോ ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് എനിക്കൊരു ഫീൽ. ഞാൻ ഡബിൾ ചെക്ക് ചെയ്യാം. ഒന്ന് നോസിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഇങ്ങനെ വരുന്നത്, ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. നെക്സ്റ്റ് കണ്ണിൻ്റെ ഈ ഒരു ലൈൻ ഡബിൾ ചെക്ക് ചെയ്യാം. ഇതെനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എനിക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ ഈ ഒരു ലൈൻ, കണ്ണ് കഴിഞ്ഞാൽ പുരികത്തിൻ്റെ ഈ ഒരു ലൈൻ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇത്തിരി കൂടി ഡാർക്ക് ഷാഡോയാണ്. വരച്ചിട്ടുണ്ട്. യെസ്, ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി. ചാറ്റിലൂടെ യെസ് പറഞ്ഞോട്ടെ. ഇനി ഇത് കറക്റ്റ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, നെറ്റിയുടെ കുറച്ച് ചുളിവും പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് വന്നത് കുറച്ചും കൂടി പുറത്തേക്ക് വലിച്ചാണെന്ന് തോന്നുന്നു. അവസാനത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെറിയ കറക്ഷനിലൂടെ തന്നെ കണ്ടോ, അതായിരുന്നു പ്രശ്നം. ആ നെറ്റിയുടെ ആ ഒരു ഭാഗമുണ്ടല്ലോ, ഉള്ളിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുമായിരുന്നു. ഞാൻ കറക്റ്റ് ചെയ്തപ്പോൾ അത് പിടികിട്ടി. യെസ്, ഓക്കെ. ഈ ഒരു ഗ്യാപ്പ് ചെറിയൊരു കൂടുതലാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് റേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇനിയും അതിനോട് മാക്സിമം ഈക്വലായിട്ട് കിട്ടും. റെഫറൻസ് ഇമേജ് പോലെ തന്നെ കറക്റ്റ് കിട്ടും. ബാക്കി ഭാഗം ഈ ഒരു ലെങ്ത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് പോകുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. ഈ ഔട്ട്ലൈൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ ഫൈനലി നമ്മൾ നോർമലി ഒരു ചിത്രം ഇങ്ങനെ വരച്ചെടുക്കുന്നതും കാർട്ടൂൺ പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നതും ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വരയ്ക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ഡ്രോയിങ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരച്ചൊരു ഫീലിലേക്ക് എത്തും. കാരണം എന്താ, ഇതിൽ ഒരു എലമെൻ്റ് ഉണ്ട്, ആ എലമെൻറ്റിൻ്റെ പേരാണ് കോൺഫിഡൻസ്. ഇതിൽ ആ എലമെൻ്റ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് വളരെ റഫായിട്ട് സെയിം മെത്തേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കണ്ടോ, ഇത് ഞാനൊരു 2 മിനിറ്റിൽ വരച്ചതാണ്. സെയിം മെത്തേഡാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇത് വരച്ച് ഇത് മാർക്ക് ചെയ്ത് ഇത് മാർക്ക് ചെയ്ത് ഇത് മാർക്ക് ചെയ്ത് വളരെ റഫായിട്ട് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ഡ്രോയിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. ആദ്യം വരയ്ക്കുമ്പോൾ നമ്മൾ കുറേ ടൈം എടുക്കും. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിർത്തി ഓരോ സ്റ്റെപ്പും ഡീകോഡ് ചെയ്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളത് ടോട്ടലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. എപ്പോഴും ഇതേ ടൈം തന്നെ എടുക്കണമെന്നില്ല. യെസ്, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു റെഫറൻസ് ഇമേജ് ആണ്. അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് ആ പിക്ചർ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ്
ബൈ. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.